ഹലോ പ്രിയപ്പെട്ടവരെ, റീസെൻ്റായി മലയാളത്തിലിറങ്ങിയ മാർക്കോ എന്ന മൂവി വയലൻസ് കൊണ്ട് വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അടുത്തിടെ യുവതലമുറയാൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്ന വിഷയം സിനിമയും ലഹരിയും കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ ഒരു വിഷയത്തിൽ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ്. സിനിമയെ എല്ലാവരും സിനിമയായി കാണണം. തങ്ങൾ ഒരിക്കലും വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് മാത്രമാണ് തങ്ങൾ ചിത്രങ്ങൾ എടുക്കുന്നത്. സിനിമയല്ല മാറേണ്ടത്, ആളുകളുടെ സിനിമയെ കാണുന്നതിനുള്ള സമീപനമാണ് മാറേണ്ടത്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസണിനെ തങ്ങളുടെ സിനിമയിലെ വയലൻസ് ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എൻ്റെ സിനിമയിൽ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് ഷെരീഫ് വ്യക്തമാക്കിയത്. ആന്റണി പെപ്പെ മുഖ്യവേഷത്തിലെത്തുന്ന കാട്ടാളൻ എന്ന സിനിമയും വയലൻസ് കുറച്ച് ആക്ഷനും ത്രില്ലറിനും പ്രാധാന്യം കൊടുത്തായിരിക്കും ഇറക്കുകയെന്നും ഷെരീഫ് മുഹമ്മദ് അഭിപ്രായം പറഞ്ഞു. ഇതോടെ മാർക്കോ 2 എന്ന സിനിമ ഉണ്ടാവുമോ എന്ന ചർച്ചയിലാണ് ആരാധകർ. ഇനിയും മാർക്കോ 2 ഇറങ്ങിയാൽ തന്നെ അതിൽ നിർമ്മാതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വയലൻസ് വളരെ കുറച്ച് നോർമൽ എല്ലാ പ്രേക്ഷകനും ആസ്വദിക്കാൻ പാകത്തിനായിരിക്കും സിനിമ ഇറക്കുവാൻ സാധ്യത. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻസായി രേഖപ്പെടുത്തുക. റെട്രോ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അനുഭവം പങ്കുവച്ച് നടൻ സൂര്യ. റെട്രോയുടെ ഷൂട്ടിംഗ് ടൈമിൽ താൻ ഒരു ജയിലിൽ അകപ്പെട്ട അവസ്ഥയിലായിരുന്നു. വളരെ വലിയ മാനസിക വെല്ലുവിളികളെ തരണം ചെയ്താണ് ഷൂട്ടിംഗ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഓരോ നിമിഷങ്ങളും ഓരോ ഇമോഷൻസ് ആയിരുന്നു. ഇതെല്ലാം അനുഭവിച്ച് തീർക്കുകയായിരുന്നു. കാർത്തിക് സുബ്ബരാജിൻ്റെ സംവിധാനത്തിൽ സൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് റെട്രോ. ചിത്രം 2025 മെയ് 1 റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.